ഹലോ ഓൾ, നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് റിപ്പയർ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു എലക്റ്റീവ് സബ്ജക്റ്റ്, എസ്8ൻ്റെ ഒരു എലക്റ്റീവ് സബ്ജക്റ്റാണ് RRB എന്ന് പറയുന്നത്. അതിൻ്റെ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. സോറി, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് കുറേ പേര് RRBയുടെ ഇമ്പോർട്ടൻ്റ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല, കുറച്ച് തിരക്ക് കാരണം കണ്ടില്ല, അതിനിപ്പോൾ സോറി. അപ്പോൾ നമുക്ക് നോക്കാം RRBയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ RRB പോലത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തിയറിയാണ്, ഫുൾ തിയറിയാണ്. നമുക്കിപ്പം പ്രോബ്ലമോ ഒന്നും ഇതിൽ നിന്ന് കിട്ടാനില്ല. അപ്പം നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ആ ഒരു ഓർഡറിൽ, ഒന്നെങ്കിൽ ആ ഒരു ഓർഡറിൽ ഓരോ ചാപ്റ്റർ വൈസ് നോക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് 14 എ പാർട്ട് എന്ന് പറയുന്നത് 3 മാർക്കിൻ്റെ വീതം 30 മാർക്കിനും, ബി പാർട്ട് എന്ന് പറയുമ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 14 മാർക്ക്, അത് സ്പ്ലിറ്റ് ആയിട്ട് അല്ലെങ്കിൽ 14 മാർക്ക് വീതമാണ് ചോദിക്കുന്നത്. നമുക്ക് അങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത്. അപ്പം RRBയുടെ കാര്യം എടുക്കുമ്പം അതിനകത്തിലെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ നമുക്ക് തിയറിയാണ്, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണെങ്കിൽ പ്രോബ്ലം ചോദിക്കും ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന്, അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പം മൊഡ്യൂൾ 1ൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ, മൊഡ്യൂൾ 1 കണ്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ ഇതിനകത്ത് പറയാൻ പറ്റുന്ന ക്രാക്ക് എന്ന് പറയുന്നൊരു പോർഷനുണ്ട് സിലബസിൽ. ക്രാക്ക്, അതിൻ്റെ കോഴ്സ്, അതിൻ്റെ എഫക്റ്റ്. ഇതിപ്പം ഞാൻ സെലക്റ്റീവായിട്ടാണ് പറയുന്നത്, ചോദിക്കാൻ ചാൻസ് ഉള്ളത്. മൊഡ്യൂൾ 1, 2, 3, 4 ഈ 5 മൊഡ്യൂളിലും വാസ്റ്റായിട്ട് ഇഷ്ടത്തിന് ടോപ്പിക്കുണ്ട്. പക്ഷേ അതിനകത്ത് നിന്നും കുറച്ചും കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് മൊഡ്യൂൾ 1-നകത്തിലെ ക്രാക്ക്, അതിൻ്റെ കോഴ്സ്, അതിൻ്റെ എഫക്റ്റ്. ഇത് നോക്കാതെ പോകരുത്. വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും നിങ്ങൾ ഇതെങ്കിലും നോക്കണം. അതുപോലെ മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. ഇതിലേതെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ രണ്ടും പഠിച്ചാൽ ഏകദേശം മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആവും. ഇതിലേതെങ്കിലും ഒരു ടെസ്റ്റ് വൃത്തിയായിട്ട് പഠിക്കണം. എന്ന് വെച്ചാൽ ഈ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിനും ടൈപ്പുണ്ട്, നോൺ ഡിസ്ട്രക്റ്റീവിനും ടൈപ്പുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഫുൾ ടൈപ്പ് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഈ മൊഡ്യൂൾ 1ഉം 2ഉം ഏകദേശം ഫുള്ള് ക്ലിയർ ചെയ്ത് പഠിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് പാസ്സാവാനുള്ളതിൻ്റെ ഒരു % മാർക്ക് കിട്ടും. പാസ്സാവുമെന്നല്ല, പാസ്സാവാനുള്ളത്. പിന്നെ 3 മാർക്കിൻ്റെ എ പാർട്ടും കൂടെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് ഏകദേശം കിട്ടും. പിന്നെ മൊഡ്യൂൾ 3യുടെ കാര്യം പറയുവാണെങ്കിൽ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോൺക്രീറ്റ് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു മെയിൻ ടോപ്പിക്കാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. മെയിനായിട്ട് അതെന്താണ് കാര്യം, അതിൽ ഇപ്പം അത് 14 മാർക്കിന് ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ് ഏതൊക്കെ രീതിയിൽ അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിപ്പോൾ നിങ്ങളിപ്പോൾ നോട്ട് നോക്കി പഠിക്കുക, കാണാതെ പഠിക്കുക എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഒരു ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റി അഷുറൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് കാര്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെയാണ് ഈ മൊഡ്യൂൾ 2ലെ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണെങ്കിലും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ ലാബിൽ ചെയ്യുന്നത് പോലത്തെയാണ്, പലത് ലാബിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അപ്പം അത് എങ്ങനെയാണെന്ന് ചെയ്യുന്ന വീഡിയോകളുണ്ട്, അത് നിങ്ങൾ കണ്ട് അതിൻ്റെ പ്രൊസീജിയർ മനസ്സിലാക്കി വെക്കുക. പ്രൊസീജിയർ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് എഴുതാവുന്നതല്ലേ ഉള്ളൂ. അതേപോലെ അതാണ് മൊഡ്യൂൾ 3യുടെ കാര്യം പറഞ്ഞത്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റി അഷുറൻസ് അത് ഏതൊക്കെ രീതിയിൽ ചെയ്യുക, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ക്വാളിറ്റി അഷുറൻസിനെ പറ്റി എഴുതിയാൽ മതിയല്ലോ. പിന്നെ മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോഴത്തേക്ക് കോൺക്രീറ്റ്സിൻ്റെ കുറേ ടൈപ്പാണ്. കോൺക്രീറ്റ്സിൻ്റെ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് പോളിമർ കോൺക്രീറ്റ്, ഫൈബർ റെയിൻഫോഴ്സ്ഡ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. അതിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ടൈപ്പ് മൊത്തം പഠിച്ചിരിക്കണം. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ABC എന്ന് പറഞ്ഞിട്ട് പോളിമർ, ഫൈബർ റെയിൻഫോഴ്സ്ഡ്, ഹൈ സ്ട്രെങ്ത് അങ്ങനെ ആയിരിക്കും പറയുന്നത്. ഒന്നെങ്കിൽ അത് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നല്ല അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. കോൺക്രീറ്റിൻ്റെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ്, അതുപോലെ ഫെറോ സിമെൻറ്റ്, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അതൊക്കെ പഠിച്ചാൽ തന്നെ മൊഡ്യൂൾ 4ൽ നമുക്ക് ഏകദേശം ഉള്ളത് കിട്ടും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മൊഡ്യൂൾ 5 ഇച്ചിരി വാസ്റ്റായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. അതിനകത്ത് നിന്ന് അറ്റ്ലീസ്റ്റ് ഡിമോളിഷൻ മെത്തേഡ്സ് എങ്കിലും പഠിക്കണം. ഡിമോളിഷൻ എന്താണ്, നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴത്തേക്ക്, ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഡിമോളിഷൻ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 5ലെ ഒരു ടോപ്പിക്ക്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ മെത്തേഡ്സ് തന്നെ ചോദിക്കണം എന്നില്ല. അപ്പം നിങ്ങൾ ഈ മെത്തേഡ്സ് പഠിക്കുന്ന കൂട്ടത്തിൽ എന്താണ് ഡിമോളിഷൻ,
ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തിയറി സബ്ജക്റ്റ് അല്ലേ, കാണാതെ പഠിക്കാൻ പറയുന്നില്ല, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡിമോളിഷനെ പറ്റി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനുള്ളതാവും. അറ്റൻഡ് ചെയ്യാതെ വിടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ.